ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ ഏജന്റ് കിം റീആക്ടിവേറ്റഡ് എന്നൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് 2014 ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞു മിന്നെയാണ് കാണിക്കുന്നത്. കിം, മിൻ അകത്തോട്ട് വാ, അവിടെ നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ അവൾ അവിടെ പാവക്കുട്ടിയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിം സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ്. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ഇവിടെ ലിഫ്റ്റ് ഇല്ലെന്ന്? അതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പാർക്ക് സിയോങ്ങിനോട് താഴെ പോയി വലിയ പെട്ടി എടുത്തിട്ട് വന്നേ. നീ എവിടുത്തെ അത്ലറ്റാ? ഒരു വകക്ക് ബോഡി അനക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇവിടെ മിന്നിനെ നോക്കി നിൽക്കുമ്പോഴാണ് കുറേ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. ഈ കുട്ടികൾ മിന്നിനെ കണ്ടിട്ട് അങ്ങോട്ട് വരികയാണ്. പുതിയ താമസക്കാരാണോ? ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നോ എന്ന് ചോദിക്കും. ശേഷം കിം അവിടെ നോക്കുമ്പോൾ അവിടെ പാവക്കുട്ടി മാത്രമുണ്ട്. മിന്നിനെ കാണുന്നില്ല. അങ്ങനെ അവർ 3 പേരും കൂടെ തിരയാണ്. അവർ അവിടെ ഒളിച്ചു കളിക്കായിരിക്കും. മിൻ, ഞാൻ ഇതുവഴി പോകാം. ഇവിടെ മിന്നും പിള്ളേരും കൂടെ ഒളിച്ചു കളിക്കായിരിക്കും. മിൻ അവിടെയുള്ള ഒരു റൂമിൽ കയറുകയാണ്. ഇവിടെ കിം കടന്ന് തിരയുന്നുണ്ട്. നിങ്ങൾ ഈ കുട്ടിയെ കണ്ടായിരുന്നോ? ഓ ഇല്ല. കിം, എവിടെയെങ്കിലും കിട്ടിയോ? ഇല്ല. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ചിലപ്പോൾ അവൾ അവിടേക്ക് വന്നെങ്കിലോ? ശേഷം ഇവിടെ മിൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇവിടുത്തെ ആൾ വന്ന് ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ ഫാനും ലൈറ്റൊക്കെ ഓഫാക്കുകയാണേ എന്ന് പറഞ്ഞ് ഡോറും കുറ്റിയിട്ട് പോവുകയാണ്. അവൾ ഓടി വന്ന് ഡോറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഡോർ കുറ്റിയിട്ടേക്കാണ്. എന്നിട്ട് കസാര എടുത്ത് ബുക്ക് താഴെ വെച്ച് കസാരയിലും ബുക്ക് വെച്ചതിൻ്റെ മേൽ ചവിട്ടി കയറി ജനലിൽ കൂടെ നോക്കും. അപ്പോൾ അങ്ങോട്ട് വന്ന ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളെ വിളിക്കുന്നു. അവൾ ഇത് കണ്ട് അങ്ങോട്ട് ഓടി വരും. ശേഷം ഇവരെല്ലാം തപ്പി നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ അപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ പോയി നോക്കി, അവിടെ ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛാ എന്ന് വിളിച്ച് അവൾ ഓടി വരുന്നത്. ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. എവിടേക്കാ പോയത്? ഞാൻ എവിടേക്ക് നോക്കി? ഞാൻ ഒളിച്ചു കളിക്കുകയായിരുന്നു. അവിടെ ഡോർ തുറക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കരഞ്ഞില്ല. കിം ആ പെണ്ണിനോട് താങ്ക് യു, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പാടുപെട്ടു അല്ലേ? ഏയ് ഇല്ല, ഇവളെനിക്ക് പറഞ്ഞു തന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. മിൻ അവിടെ മീനിൻ്റെ ഷേപ്പിലുള്ള ബൺ സ്റ്റാൻഡ് ഉണ്ട്, ഇവിടെ പോസ്റ്റ് ഓഫീസ് ബോക്സ് ഉണ്ട്, ചുവന്ന വീടുണ്ട് എന്നൊക്കെയുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇനി മുതൽ ഒറ്റയ്ക്ക് എവിടെയും പോകല്ലേ കേട്ടോ. സോറി അച്ഛ എന്ന് പറഞ്ഞ് അവർ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം കാണിച്ച ഭാഗമാണ് കാണിക്കുന്നത്. മിൻ ഇവിടെ ഡോർ തുറന്നു നിൽക്കുന്നു. സ്വർണ്ണപ്പല്ലം തിരിഞ്ഞു നോക്കുന്നു. ഓടി വരുമ്പോഴേക്കും ഇവൾ ഡോർ അടച്ച് കുറ്റിയിടുകയാണ്. ഡി, ഡോർ തുറക്ക്, ഇവിടെ എന്താ നടക്കുന്നത്? ഇവൾക്ക് ജീവനുണ്ടോ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ആളെ വിളിക്കുകയാണ്. ഇവിടെ കിം സ്വർണ്ണപ്പല്ലൻ്റെ ആളെ അടിച്ചിടുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇവൻ എന്തായി എടുക്കാത്തത് എന്നും വിചാരിക്കുകയാണ്. ശേഷം അവൻ്റെ ആൾക്കാരെ വിളിക്കുന്നു. നിങ്ങളവിടെ? ഞങ്ങൾ എത്താറായി. എന്തുപറ്റി? ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, എല്ലാവരും ഉണ്ട്. എന്നാൽ ആദ്യം ഓഫീസിലോട്ട് പൊക്കോ. ഇവിടെയുള്ള 2 എണ്ണം ഫോൺ എടുക്കുന്നില്ല. കിം അവിടെ കിടക്കുന്ന വയറെടുത്ത് അവൻ്റെ കഴുത്തിൽ ചുറ്റി ഇറുക്കുകയാണ്. അവൻ അവിടെ വീഴുന്നു. നീ ആരാടാ? ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ എന്തിനാ ഇത്രയും ചെയ്യുന്നത്? നിന്നെ ജൂ പറഞ്ഞയച്ചാണോ? അല്ലെങ്കിൽ പിന്നെ ആരാ? നീ പോലീസോ? കിം, പറ, മിന്നെവിടെയാ? ആ കോൾഡ് സ്റ്റോറേജിലുണ്ട്. അവിടെ തണുത്ത് വറച്ചിരിക്കുകയായിരിക്കും. ജൂൻ്റെ മോള് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ ബോഡി മാറ്റി. അവൾ തുടക്കത്തിലെ മരിച്ചിരിക്കുകയായിരുന്നു. കിം, മിൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവൻ അവിടെയുള്ള വയറെടുക്കാൻ വരികയാണ്. ഇവൻ തെന്നി വീണ് അതിൽ ഷോക്കടിച്ച് അവിടെ ബോധം പോകുന്നു. എന്നിട്ട് കിം ജനലിൽ കൂടെ നോക്കുമ്പോൾ മഞ്ഞപ്പല്ലൻ്റെ മറ്റേ ആള് അവിടെ മുടന്തി നടന്നു പോകുന്നതായി അവൻ കാണും. ശേഷം പാർക്കിനെ ഗിംച്ചിലിൻ്റെ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കാണെങ്കിൽ നോൺ സ്റ്റോപ്പായി സംസാരിച്ച് അവരെ പ്രാന്താക്കും. അപ്പോൾ അവിടുത്തെ ഫോണിൽ നിന്ന് പറയാണ്, നമുക്ക് ഡയറക്ടറിനെ കിട്ടിയിട്ടുണ്ട്, എല്ലാ യൂണിറ്റും വേഗം മാറാൻ നോക്ക്, എസ്കോട്ട് ചെയ്യുന്ന വാഹനം ഒഴിച്ച്. അങ്ങനെ എല്ലാ വണ്ടിയും തിരിഞ്ഞു പോവുകയാണ്. ഇവിടെ പാർക്ക് പതുക്കെ വിലങ്ങഴിക്കാൻ നോക്കുന്നുണ്ട്. മടുത്തു അണ്ണാ, ഇന്നത്തേക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ് അവൻ വിലങ്ങഴിച്ച് അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തു അടിച്ച് അവന്മാരുടെ തോക്കും കയ്യിലെടുത്ത് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവണ്ടേ എന്ന് ചോദിക്കും. എന്നിട്ട് ഈ 3 പേരെയും ടേപ്പ് വെച്ച് കെട്ടിയിട്ടേക്കാണ്. ശേഷം ഈ മഞ്ഞപ്പല്ലൻ്റെ ആള് കാറിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആള് കാർ ഓടിച്ചിങ്ങനെ പോകുമ്പോഴാണ് കിം ആ സൈഡിൽ നിന്ന് വണ്ടിയും കൊണ്ട് ഒറ്റയടി. ആ, ഇവൻ തിരിച്ചു വന്നോ? എന്നിട്ട് അവൻ്റെ മുമ്പിൽ ലൈറ്റ് അടിക്കുന്നു. അവൻ സ്പീഡ് കൂട്ടി വരികയാണ്. അങ്ങനെ അവൻ എത്താറാവുമ്പോൾ ഇവൻ അങ്ങ് പുറകോട്ട് വലിയും. കിം റിവേഴ്സ് എടുത്ത് വരുമ്പോൾ ഇവൻ കാറ് വളച്ചങ്ങ് കൊണ്ടുപോവാണ്. കിം ഒരു പൊടിക്ക് വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല.
ശേഷം ഇവിടെ സ്വർണ്ണപ്പല്ലൻ അവൻ്റെ ആളുകളെ വിളിക്കുകയാണ്. നിങ്ങൾ ഓഫീസിലെത്തിയോ? എത്തി. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവൻ ഇവിടെ മരിച്ചെന്നാണ്. എന്നിട്ടിവിടെ കിം തിരിച്ചു വരികയാണ്. ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് അവൻ്റെ കാറ് കാണുന്നത്. ആള് സ്പീഡ് കൂട്ടി പുറകിൽ പോകുന്നു. ഇവൻ മറ്റേ സൈഡിൽ കൂടെ വന്നപ്പോൾ ആള് നേരെ വന്ന് ആ കാർ ഇടിച്ചിടുകയാണ്. ഈ വന്നവന്മാര് ഈ സൗണ്ടും കേട്ട് അങ്ങോട്ട് ഓടുന്നു. ഇവിടെ കിം കാറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നോട് ക്ഷമിക്കണം. എന്നോട് പറഞ്ഞ പോലെ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എന്നെ ആ കോൾഡ് സ്റ്റോറേജിലേക്ക് കൊണ്ടുപോ, എന്നിട്ട് നിനക്ക് മരിക്കാം എന്ന് പറഞ്ഞ് അവനെയും തൂക്കിക്കൊണ്ടു പോവുകയാണ് കിം. ശേഷം സിയോങ് ഗിംചിലിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരികയാണ്. ആ നേരത്താണ് ഇത്ര സമയമെടുത്തോ, എന്താ വർക്കൗട്ടൊന്നും ഇപ്പോൾ ചെയ്യാറില്ലേ എന്ന് പാർക്ക് ചോദിക്കും. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അഥവാ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമ്പോ കല്ലോ എടുത്തെറിയാം എന്ന് വിചാരിച്ചു. നിനക്ക് എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? നിന്റെ റൂട്ട് ക്ലിയർ അല്ലേ? ഞാൻ കാറ്റും കറൻറ്റും ടെറൈനും എല്ലാം കൂടെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവനെ കൊണ്ടിടാൻ നീ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. സിയോങ് അവൻ്റെ ആൾക്കാർ എന്തായാലും നമ്മുടെ പുറകെ വരും. നമുക്ക് രണ്ട് വഴിക്ക് പോകാം. നമുക്കും വെപ്പൺസ് വേണ്ടേ എന്ന് ചോദിക്കുന്നു. ശേഷം കിം ഇവനെയും പിടിച്ചുകൊണ്ട് നടന്നു വരുമ്പോഴാണ് ഇവന്മാർ വന്ന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളൊക്കെ എന്താടാ താമസിച്ച്, നീ തീർന്നടാ എന്ന് കിമ്മിനോട് പറയും. എന്നിട്ട് ഓടാൻ നിൽക്കുമ്പോൾ ഇവനെയും പിടിച്ച് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് പൂട്ടിയിടുന്നുണ്ട്. എനിക്ക് സമയമില്ല, പെട്ടെന്ന് വരാൻ നോക്ക്. അങ്ങനെ എല്ലാം കൂടി ഓടി വരികയാണ്. ശേഷം സ്വർണ്ണപ്പല്ലൻ മിന്നിനോട്, നീ അവിടെ കിടന്നാൽ മരിച്ചു പോകും. നീ എത്ര നേരം കൂടെ പിടിച്ചു നിൽക്കും? നമുക്കൊരു ഡീലുണ്ടാക്കിയാലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവുമില്ല. ഞാൻ ആകെ കുറച്ച് ഓർഡർ അനുസരിച്ചു. നീ മരിച്ചെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ നടന്നത് ആരുടെ അടുത്തും പറയത്തില്ലെന്ന് നീ ഉറപ്പ് തന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. നീ കള്ളം പറയാണ്. നീ സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നില്ലേ? ഞാൻ എപ്പോൾ പുറത്തിറങ്ങുന്നോ അപ്പോൾ നീ എന്നെ കൊല്ലും. നീ എന്താ വിചാരിച്ചത് ഞാനൊരു പൊട്ടിയാണെന്നോ? എന്നാൽ ശരി, തണുത്തു വരച്ച് അവിടെ ചത്തോ. ഇവന്മാരെന്താ ഇതുവരെ വരാത്തത്? ശേഷം കിം അവനെ പൂട്ടിയിട്ട കണ്ടെയ്നർ തുറക്കുന്നു. അവൻ ഇങ്ങനെ നോക്കുന്നു. കിമ്മിൻ്റെ കയ്യിൽ കത്തിയുണ്ട്. നമുക്ക് പോയാലോ? അങ്ങനെ ഇവനെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഈ വന്ന ഗുണ്ടാ ടീംസ് എല്ലാം അവിടെ മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് രണ്ടുപേരെയും ഒരു കാർ വന്ന് ഇടിച്ചിടുന്നത്. കിം എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അത് നോർത്ത് ഏജൻറ്റ്. അങ്ങനെ അവൻ അവിടുന്ന് ഓടുന്നു. നോർത്ത് ഏജൻറ്റും പുറകെ ഓടുകയാണ്. അങ്ങനെ പുറകെ വന്ന് നോക്കുമ്പോഴാണ് ഈ അടിച്ചിട്ടവന്മാരെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇവൻ ഇങ്ങനെ തപ്പി തപ്പി പോകുമ്പോഴാണ് കിം വന്ന് പുറകെ നിൽക്കുന്നത്. നീ നിന്റെ മോളെ കണ്ടുപിടിച്ചോ? കഷ്ടമായിപ്പോയി. ഇനി എന്തായാലും നിനക്ക് അവളെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ കത്തിയും കൊണ്ട് നിൽക്കുകയാണ്. അവിടുന്ന് ഫൈറ്റ് തുടങ്ങും. ശേഷം കിം അവൻ ആ കത്തി എറിഞ്ഞു കൊടുത്തിട്ട് പറയാണ്, നീ എവിടുന്നാ വന്നത്? അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ നോക്ക്. നോർത്ത് ഏജൻറ്റ്, നീ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നല്ലോ. അങ്ങനെ ചെയ്യ്. എൻ്റെ ബ്രദറിനോട് ചെയ്ത അതേ രീതിയിൽ ചെയ്യ്. അപ്പോൾ നിൻ്റെ ബ്രദറോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നോർത്ത് ഏജൻറ്റ് ഇവനെ അടിക്കാൻ വരികയാണ്. ശേഷം ജൂ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എല്ലാ യൂണിറ്റും ടാർഗറ്റിലോട്ട് പോവുക, ലീഡ് വെഹിക്കിൾ ഒഴികെ. ഞങ്ങൾ ആ ഏരിയ നോക്കിക്കോളാം എന്ന് പറയുന്നു. ശേഷം ഇവിടെ ഇവന്മാർ രണ്ടുപേരും കൂടെ പാട്ടും കേട്ട് വണ്ടി പോവുകയാണ്. സിയോങ് ചെവി പൊത്തിയിരിക്കുന്നുണ്ട്. പാർക്ക് ഫുൾ വോളിയത്തിലിട്ടിട്ടാണ് പോകുന്നത്. ശരിക്കും എൻ്റെ ചെവി പൊട്ടുന്നുണ്ട്. അങ്ങനെ സിയോങ് അവിടെ ഇറങ്ങുന്നു. ഞാൻ വരുന്നവരെ കരയല്ലേ, അവിടെ തന്നെ കാണണം. അപ്പോൾ വേഗം പോവാൻ നോക്ക് എന്ന് പറയും. എന്നിട്ട് ഇവിടെ നോർത്ത് ഏജൻറ്റിനെ ഇടിച്ചിടുകയാണ്. അവൻ എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. വീണ്ടും വരുമ്പോൾ വീണ്ടും ഇടിച്ചിടുന്നു. നിൻ്റെ ബ്രദറോ? നീ എന്താ ഉദ്ദേശിച്ച്? നീ അവനെ കൊന്നു. ഞാൻ 66നെ കുറിച്ചാണ് പറയുന്നത്. കിം ഒന്ന് ഞെട്ടും. ഇവൻ തറയിൽ കിടക്കുന്ന കത്തിയെടുത്ത് ഇവൻ്റെ നേർക്ക് വരും. നീ ഗ്വാങ്ങിൻ്റെ അനിയനാണോ എന്ന് ചോദിക്കുന്നു. അവിടുന്ന് പാസ്റ്റ് കാണിക്കുന്നു. അനിയൻ ചേട്ടനോട്, പോവല്ലേ, ഞാൻ തിരിച്ചു വരും. ഇവിടെ തന്നെ കാണണേ. ഇത് കിമ്മും കാണുന്നുണ്ട്. എവിടെ കിം? ഞാനല്ല നിൻ്റെ ബ്രദറിനെ കൊന്നത്. അവിടുന്ന് വീണ്ടും പാസ്റ്റ് കാണിക്കുന്നു. കിമ്മും ഗ്വാങ്ങും തമ്മിൽ ട്രെയിനിങ് പോലെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ശേഷം ഗ്വാങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം വന്ന് ഫുഡ് കൊടുക്കുന്നു.
ഇത് ഞാൻ നിനക്ക് തരുന്ന സഹതാപം കാരണമാണ്. നീ ഞാനുമായിട്ട് തോക്കുന്നത് അത്യാവശ്യം കഴിക്കാതെ അതിനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണെങ്കിലോ. എന്നിട്ട് അത് വാങ്ങിക്കുന്നു. താങ്ക് യുടാ. നിനക്ക് അഭിമാനം എന്നൊരു സാധനമുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ശേഷം ഗ്വാങ് പറയുന്നു, ഞാൻ നാളെ എന്തായാലും തിരിച്ച് ജീവനോടെ വരും. അവർ പറഞ്ഞത് ഇത് ചെയ്തു തീർത്താൽ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നാണ്. ഫാമിലി പോയിട്ട് എനിക്ക് എൻ്റെ സ്വന്തം പേര് പോലും ഓർമ്മയില്ല എന്ന് കിം പറയും. ഗ്വാങ് ആണ് അവനോട് നിന്റെ ശരിക്കുള്ള പേര് കിം എന്നാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതുവരെ അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. നിനക്ക് ഓർമ്മയില്ലേ, നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ മാസങ്ങളോളം അടികിട്ടി ഞാൻ എൻ്റെ പേര് മറന്നുപോയി. പക്ഷെ എന്തോ കാരണം കൊണ്ട് നിന്റെ പേര് മാത്രം ഞാൻ മറന്നില്ല. എന്നെ മറക്കല്ലേ, എനിക്കാകെയുള്ളൊരു ഫ്രണ്ട് നീയാ. നീയും കൂടെ എന്നെ മറന്ന എന്നെ ഓർക്കാൻ ആരുമില്ല. അവനെ നോക്കിയിട്ട് കിം പറയുന്നു, ഞാൻ അങ്ങനെ എൻ്റെ ശത്രുവിനെ മറക്കുമോ? ഞാൻ 73 റിപ്പബ്ലിക്കിൻ്റെ അഭിമാനവും നീ 66ഉം ഒന്നിനും കൊള്ളാത്ത വേസ്റ്റും. രണ്ടുപേരും ഇതും പറഞ്ഞ് ചിരിക്കുകയാണ്. ശേഷം അന്ന് ആ ബോംബ് പൊട്ടിയ സീനാണ് കാണിക്കുന്നത്. കിം അവിടെ നിന്ന് എണീച്ച് 66 വാ നമുക്ക് പോവാം, വാ വാ. ഗ്വാങ് അതങ്ങ് മറന്നേക്ക്, എൻ്റെ കാല് തിരിച്ചു വെക്കാമെങ്കിൽ ഞാനും വരാം. അവൻ നോക്കുമ്പോൾ ഗാങ്ങിൻ്റെ കാല് അറ്റുപോയിട്ടുണ്ട്. ഞാൻ ഇവിടം വരെ ഉള്ളൂ, നീ ജീവിക്കണം. ഇവിടെ വെളിയിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ജീവിക്കുന്നതിനേക്കാളും ഞാനൊരു ട്രിഗർ വലിച്ച് മരിക്കാൻ പോവുക. നിന്നെ ഒറ്റയ്ക്ക് മരിക്കാൻ അനുവദിക്കില്ല, നമുക്കൊരുമിച്ച് മരിക്കാം. അങ്ങനെ ഗൺ ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഗ്വാങ് കയ്യിൽ പിടിക്കുന്നത്. മരിക്കരുത്, നമ്മൾ എന്തിനാ ഇത്രയും സഹിച്ചത്? ജീവിക്കാൻ വേണ്ടിയാ. നീ എനിക്കൊരു അവസാനത്തെ കാര്യം കൂടി ചെയ്തു തരണം. എന്ത് നടന്നാലും പ്ലീസ് നീ ജീവിക്കണം. അങ്ങനെ അവൻ അവിടെ വെച്ച് മരിക്കുന്നു. അപ്പോൾ പുറകിലെ പട്ടാളക്കാർ വന്ന് നിൽപ്പുണ്ട്. ഗൺ താഴെയിട് എന്ന് പറയുന്നു. കിം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശേഷം പ്രസൻറ്റ് കാണിക്കുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ മിൻ ഒരു പരുവായിട്ടുണ്ട്. അവൾ ആലോചിക്കുകയാണ്, അച്ഛാ നമുക്ക് അഭിമാനം ബാക്കിയില്ലേ? എന്തിനാ അവരുടെ മുമ്പിൽ മുട്ടുകുനിച്ച്? അവളുടെ അച്ഛൻ അത്ര പവർഫുൾ ആയതുകൊണ്ടാണോ? എനിക്ക് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ട്. ശേഷം അവൾക്ക് കിമ്മിൻ്റെ മെസ്സേജ് വരുന്നു, നിന്നെ നാണം കെടുത്തിയതിന് സോറി. പക്ഷെ മകൾക്ക് വേണ്ടി പാരൻസിന് അഭിമാനം ഒന്നുമല്ല. നീയാണ് എൻ്റെ അഭിമാനം മോളെ. അതൊക്കെ അവൾ ഇരുന്ന് ആലോചിക്കുകയാണ്. ഞാൻ മരിക്കത്തില്ല അച്ഛാ, ഞാൻ എവിടെ നിന്ന് ജീവിച്ച് വീട്ടിൽ വരും. അവളൊരു കമ്പി എടുക്കുന്നു. ശേഷം ഇവിടെ പുറത്ത് സ്വർണ്ണപ്പല്ലൻ സിഗരറ്റ് വലിക്കാൻ പോകുമ്പോഴാണ് മഴ പെയ്യുന്നത്. ആ നേരത്താണ് മുടന്തി അങ്ങോട്ട് അവൻ്റെ ഒരാൾ വരുന്നത്. ഡാ നിനക്കിതെന്ത് പറ്റി? ഒരുത്തൻ ആ പെണ്ണിൻ്റെ അച്ഛനാന്ന് പറഞ്ഞു വന്നു. നീ എന്തായി പറയുന്നത്? അപ്പോൾ തന്നെ അവൻ മരിച്ചു വീഴുന്നു. അപ്പോൾ ഈ സ്വർണ്ണപ്പല്ലൻ കത്തിയെടുത്ത് വരികയാണ്. നീ കുറേ നേരം അവിടെ ഇരുന്നില്ലേ? ഡീ പെണ്ണെ, നീ എവിടെ? ഒളിച്ചിരിക്കുവാണോ? ദാ വീട്ടിൽ പോകാൻ സമയമായില്ലേ? ഓ നീ എവിടെയാണെന്ന് നീ എന്നെ അറിയിക്കുവാണോ? നിന്റെ കുഞ്ഞു പ്ലാനിൽ ഞാൻ വീഴുമെന്നാണോ നിന്റെ വിചാരം? ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് അവൻ കത്തിയും കൊണ്ടുവരുന്നു. നീ ഇപ്പോൾ വന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടും എന്ന് പറഞ്ഞ് അവൻ തിരിയുമ്പോൾ മിൻ കമ്പിയെടുത്ത് അവൻ്റെ തലക്കടിക്കുകയാണ്. അവൻ ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ മിൻ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ശേഷം നോർത്ത് ഏജൻറ്റ്, നീ എന്നെ പറ്റിക്കുകയാണോ? എന്നെ കളിപ്പിക്കല്ലേ. നീ എന്തൊക്കെ പറഞ്ഞാലും നീ റിപ്പബ്ലിക്കിന് മുന്നിൽ ഒരു ചതിയനാ. നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? അവൻ കിമ്മിനെ കുത്തുന്നു. നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നിൻ്റെ ഇഷ്ടം. അവിടുന്ന് പാസ്റ്റ് കാണിക്കുന്നു. കിം, എന്നെ എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? എന്താന്ന് വെച്ചാൽ ഇത്രയും കഴിവുള്ള ആൾക്കാരെ വേസ്റ്റാക്കുന്നത് ശരിയല്ലല്ലോ. ആ നോർത്ത് നിന്നെ ഉപേക്ഷിച്ചേക്കാം, പക്ഷെ നിനക്കിവിടെ ജീവിക്കണ്ടേ? ഉപേക്ഷിച്ചെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാം വെറും ചൂണ്ടകളായിരുന്നു. നിങ്ങളുടെ ബ്യൂറോയിലുള്ള ആൾക്കാർ തന്നെയാണ് അന്ന് നിങ്ങൾ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ ഡയറക്ടർ ജനറലുടെ സ്ഥാനം മാറ്റി ഇവർക്ക് കയറാലോ. നിങ്ങളെ എന്തായാലും വെറുതെ വിട്ട് നന്നായി. അവിടുത്തെ ഡയറക്ടർ ജനറൽ ഇപ്പോൾ മാറുകയും ചെയ്തു. ഇയാൾക്ക് ഡയറക്ടർ ജനറൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ഇവരെ സൗത്തിനങ്ങ് വിറ്റതാണ്. ശേഷം കിം, നീ ജീവിക്കണം, എന്ത് വന്നാലും കുഴപ്പമില്ല, നീ ജീവിക്കണം. ഇതായിരുന്നു ഗ്വാങ്ങിൻ്റെ എന്നോടുള്ള അവസാനത്തെ വാക്കുകൾ. ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കിം അവിടുന്ന് പോവുകയാണ്. ശേഷം മിൻ ഓടി രക്ഷപ്പെട്ട് വരികയാണ്. കിം ആ കോൾഡ് സ്റ്റോറേജിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മിൻ നടന്നു വരുമ്പോൾ കുറേ കാറുകൾ അങ്ങോട്ട് വരുന്നു. ജൂവിൻ്റെ ആൾക്കാരായിരിക്കും. ശേഷം കിം അവളെ സ്റ്റോറേജ് റൂമിൽ മൊത്തം തപ്പും. അവിടെ ഐസിൽ മിൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ അത് വായിക്കുന്നു. സോറി അച്ഛ, എനിക്ക് പേടിയാവുന്നു. അവൻ വിചാരിക്കുകയാണ് മിൻ മരിച്ചിട്ടില്ലെന്ന്. കിം ഓടിത്തിരയാണ് അവളുടെ പേരും വിളിച്ചുകൊണ്ട്. അവൾ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് കിം കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ അവിടെ മിൻ ആ സൈഡിൽ കൂടെ പോവുകയാണ്. അവളെ ഒരുപാട് വിളിക്കും, പക്ഷെ അപ്പോഴേക്കും അവൾ അവിടെയുള്ള മതിൽ ചാടിക്കളയും. കിം അവിടുന്ന് ഇറങ്ങി ഓടുന്നു. ശേഷം ഗിംചിൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു.
എല്ലാം കൂടെ വന്ന് പിടിക്കുന്നുണ്ട്. എന്നെ വിട്. കിം എവിടെ? അവനിപ്പോൾ മിയോപ്പോ പോർട്ടിലാണുള്ളത്. അപ്പോൾ ബാക്കി രണ്ടുപേരോ? സിയോങ് നേരത്തെ പോയി. പാർക്ക് സറണ്ടറായി. സറണ്ടറായെന്നോ? അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും, പക്ഷെ അവൻ രക്ഷപ്പെട്ടു എന്നാ. നിന്നെയൊക്കെ കൊണ്ട് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു വക ശരിയായിട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. പറയുന്ന ആള് ഒരു നീരാട്ടും കഴിഞ്ഞിട്ടാണ് വരുന്നത്. വാ നമുക്ക് പോവാം. അപ്പോൾ സാങ് അയാളുടെ പേഴ്സ് കാണിച്ചു കൊടുക്കും. ഇതെന്താ നിന്റെ കയ്യിൽ? അത് റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാ. അയാൾ നോക്കുമ്പോൾ പൈസയും ക്രെഡിറ്റ് കാർഡും ഒന്നുമില്ല. അപ്പോൾ തന്നെ ആൾക്കൊരു മെസ്സേജ് വരും. ട്രാൻസാക്ഷൻ അപ്രൂവ്ഡായി. 1.6 മില്യൺ വോൺ ആണ് ആളുടെ കാർഡിൽ നിന്ന് പോയിരിക്കുന്നത്. 1.6 മില്യൺ വോണോ? ഇവന്മാരെ കൊണ്ട്. ശേഷം ആ സ്വർണ്ണപ്പല്ലിനെ കാണിക്കുന്നു. അവിടേക്ക് ജൂവിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് ഒറ്റ ചവിട്ട്, എന്നിട്ട് ഇവനെ പിടിച്ചു വെക്കുന്നു. ഇവിടെ മിൻ ചാടി ഇറങ്ങി വണ്ടികൾക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ നിർത്തുന്നില്ല. ഇവിടെ സ്വർണ്ണപ്പല്ലിൻ്റെ വായിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. അവൻ്റെ ഒരു പല്ലെടുത്തിട്ടുണ്ടാകും അവന്മാർ. ജു അവസാനത്തെ ഓർഡർ തന്നിട്ടാണ് വിട്ടത്. ആ കുട്ടിയെ കൊന്നതിനുള്ള കുറ്റം നീ ഏറ്റെടുക്കണം. ആ ബോഡി എവിടെ? ബോഡിയോ? ഏത് ബോഡി? നീയൊക്കെ തീർന്നടാ. ഇവിടെ ബോഡിയേ ഇല്ല. ആ പെണ്ണിന് ഇപ്പോഴും ജീവനുണ്ട്. അപ്പോൾ അവൾക്ക് ജീവനുണ്ട്. അവളെ കണ്ടുപിടിക്ക്. എല്ലാവരും അവിടുന്ന് ഇറങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് അസിസ്റ്റൻ്റ് ഒരുത്തനോട് ഓർഡർ കൊടുക്കുന്നു. ഇവിടുത്തെ കാര്യം തീർത്തിട്ട് വന്നു. സ്വർണ്ണപ്പല്ലൻ ചോദിക്കുകയാണ്, ഡാ നിനക്ക് എങ്ങനെയാ ജീവിതത്തിൻ്റെ രുചി എന്നറിയോ? യഥാർത്ഥ ഗുണ്ടകൾക്ക് ജീവിതം ചോര പോലെയാ എന്ന് പറഞ്ഞ് മറ്റവനെ കത്തി കൊണ്ട് കുത്തുകയാണ്. ശേഷം ഇവിടെ മിൻ കരഞ്ഞുകൊണ്ട് റോഡിൽ നിൽക്കുകയാണ്. ഒരു വണ്ടി നിർത്തുന്നില്ല. ഇവിടെ സ്വർണ്ണപ്പല്ലൻ വെളിയിലിറങ്ങുന്നു. ഇറങ്ങുമ്പോൾ അസിസ്റ്റന്റിനെ കാണുകയാണ്. അവൻ അയാൾ കാണാതെ മറഞ്ഞു പോകുന്നു. കിം മിന്നിനെ തപ്പുന്നു. അവൻ റോഡിലോട്ട് ഓടി നിന്ന് വിളിക്കുന്നു. അവിടെ എങ്ങും മിന്നിനെ കാണാനില്ല. അപ്പോഴാണ് അവിടുത്തെ ക്യാമറ ശ്രദ്ധിക്കുന്നത്. അവൻ സാങ്ങിനും ചോയ്ക്കും ഫോൺ വിളിക്കുന്നു. കിമ്മോ? ഹലോ, നാഷണൽ ഹൈവേ 87, 10 മിനിറ്റ് മുമ്പുള്ള CCTV എനിക്ക് വേണം. ഞാൻ മിന്നിനെ ഇവിടെ കണ്ടു. അവളെ കണ്ടുപിടിച്ചാലേ ഇത് തീരത്തുള്ളൂ. അവളെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്ക് പ്ലീസ്. ശേഷം അവിടേക്ക് ഗിംച്ചിലി വരുന്നു. ഇതൊക്കെ അയാളോട് പറയുമ്പോൾ അവനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? മോളെ കണ്ടുപിടിക്കാനുള്ള തിരക്കില മിസ്റ്റർ കിം. ആള് കണ്ടുപിടിച്ച ഉടനെ വരും. അവനെന്താ വട്ടാണോ? അവനറിയാം സറണ്ടറായാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. അവൻ പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല സാർ എന്ന് ചോയ് പറയും. ബാക്കിയുള്ളവരും ഇവർ പറയുന്നത് സത്യമാണെന്നാ തോന്നുന്നു. എനിക്കും അങ്ങനെയാ തോന്നുന്നു. ഇത്രയും നേരം മോളുടെ ചുറ്റുമായിരുന്നു അയാൾ. നിങ്ങൾക്കെല്ലാം ഇതെന്താ പറ്റിയേ? ഏതൊരു അച്ഛനും നാച്ചുറലി അവൻ്റെ മോളാണ് അവൻ്റെ വീക്ക്നെസ്. അവൻ്റെ മോളെ തപ്പാൻ നോക്കുന്ന. ആദ്യം അവളെ കണ്ടുപിടിക്കേണ്ടത് നമ്മളാ. അങ്ങനെ ഇവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവൾ ഒരു കാറിൽ കയറി പോയിട്ടുണ്ട്. ഉറപ്പാണോ? ഈ കാറിലാണോ അവൾ കയറിയത്? യെസ് സാർ. ശേഷം ഇവിടെ അസിസ്റ്റൻറ്റിന് അടുത്ത് വന്ന്, നിങ്ങൾക്ക് അവളെ കിട്ടിയില്ല അല്ലേ? ജു അവരോട് വില്ലയിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് പോ, ഞാൻ അങ്ങോട്ട് വരും. മിൻ കയറിയേക്കുന്ന വണ്ടി വേറെ ആരുടെയല്ല, അത് ജൂവിൻ്റെ ആയിരിക്കും. ഫ്രണ്ടിൽ മിൻ ഇരിക്കുന്ന ഉറങ്ങുകയാണ്. ജു നോക്കി ചിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ കിം കാത്തു നിൽക്കുകയാണ്. മിൻ ഇതൊന്നും അറിയുന്നുമില്ല. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.